ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഫാൻമെയ്ഡ് മാങ്കയായിട്ടുള്ള ഡ്രാഗൺ ബോൾ കാക്കുമയുടെ പാർട്ട് 1 ആണ്. പലരും ഇത് ഫാൻമെയ്ഡ് മാങ്ക ആയതുകൊണ്ട് ഇതിനെപ്പറ്റി അറിയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ ജസ്റ്റ് ഈ ഒരു പാർട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാകും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ടൂർണമെന്റ് ഓഫ് പവറിന്റെ അവസാനം ആൻഡ്രോയിഡ് 17 യൂണിവേഴ്സിനെ ഒക്കെ പഴയതുപോലെ കൊണ്ടുവരുന്നു. ഇനിയുള്ള പ്രശ്നങ്ങളൊക്കെ ഇത് കഴിഞ്ഞാണ് വരുന്നത്. ആദ്യം തന്നെ ഇവിടെ യൂണിവേഴ്സ് 6ലുള്ള സഡാല പ്ലാനറ്റ് ആണ് കാണിക്കുന്നത്. ഈ ഒരു സഡാല പ്ലാനറ്റിലാണ് യൂണിവേഴ്സ് 6ലുള്ള സെയ്യൻസ് ഒക്കെ ഇരിക്കുന്നത്. ഇവരുടെ കൂടെ ചാമ്പയും അതുപോലെ ഏഞ്ചൽസും കൂടെയുണ്ട്. അപ്പോഴാണ് നമ്മുടെ കെഫ്ല ചാമ്പയോട് പറയുന്നത്, എനിക്ക് പുതിയ ടെക്നിക്ക് എന്തെങ്കിലും പറഞ്ഞതാ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴായിരിക്കും ആ പ്ലാനറ്റ് ദിന്നു വിറക്കാൻ തുടങ്ങുന്നത്. ഇതെന്താണ് എർത്ത് ആണോന്നൊക്കെ ചിന്തിക്കുമ്പോഴായിരിക്കും ചാമ്പ ബിയറോസിന്റെ എനർജി സെൻസ് ചെയ്യുന്നത്. ഇനിയെങ്ങാനും ബിയറോസ് യൂണിവേഴ്സിൽ നുഴഞ്ഞു കയറിയോ എന്ന് തന്നെ ആലോചിക്കുന്നു. ഇത് കേട്ട കെഫ്ലയാണെങ്കിൽ ബിയറസ് വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ കൂടെ എന്തായാലും ഗോക്കും ഉണ്ടാകും. ഇപ്രാവശ്യം അവനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് കെഫ്ല സൂപ്പർ സൈനൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ അടുത്തത് ജിറിന്റെ പ്ലാനറ്റ് ആണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് 11ന്റെ ഗോഡായിട്ടുള്ള ബെൽമാണ്ടും അതുപോലെ തന്നെ ടോപ്പോയും അവിടെ കാണിക്കുന്നു. രണ്ടുപേരും എന്തോ അബ്സോർബ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഉള്ളത്. ഇവിടെയും പെട്ടെന്ന് തന്നെ എർത്തിക്യുക്ക് നടക്കുന്നു. അങ്ങനെ അടുത്തത് യൂണിവേഴ്സ് 7ലാണ് കാണിക്കുന്നത്, അതായത് ഗോക്കുവിന്റെ യൂണിവേഴ്സ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ എർത്തിൽ സുനാമിയും കൊടുങ്കാറ്റും പോലെയുള്ള പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നു. സിറ്റുവേഷൻ കുറച്ച് മോശമായിട്ടാണ് ഇവിടെയും പോകുന്നത്. നമുക്കറിയാം ക്രില്ലൻ പോലീസാണ്. ക്രില്ലൻ ഇതിനിടയിൽ പല ആൾക്കാരെ രക്ഷിക്കുന്നുമുണ്ട്. ഈ സമയം ക്രില്ലൻ പറയും, ഗോക്കു നീ ട്രെയിൻ ചെയ്യുന്നതൊക്കെ ഓക്കെ, പക്ഷെ ഇങ്ങനെ പോയാൽ ഈ യൂണിവേഴ്സ് തന്നെ ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണ് നമ്മുടെ ഗോക്കു ആൻഡ് ബിയറസ് ഫൈറ്റ് ചെയ്യുന്നത് കാണിക്കുന്നത്. ഈ ഒരു ഫൈറ്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ആണ് ആ യൂണിവേഴ്സിൽ മുഴുവനും നമ്മൾ നേരത്തെ കണ്ടത്. ഈ സമയം നമ്മുടെ സുപ്രീം ഗായ് അതുപോലെ ഓറക്കൽ ഫിഷ് വിസ് തുടങ്ങിയ ആൾക്കാരൊക്കെ ഇത് നല്ലതല്ല എന്നും പറയുന്നു. അങ്ങനെ നമ്മുടെ ഗോക്കുവും ബിയറസും ഫൈറ്റ് ചെയ്യുന്നത് ഔട്ടർ സ്പേസിൽ നിന്നുമാണ്. ഈ ഒരു ഫൈറ്റ് ചെയ്യുന്ന ആർട്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചത്. രണ്ടുപേരുടെയും ഫൈറ്റിൽ ബിയർസ് എന്തൊക്കെ പറഞ്ഞാലും ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആണ്. പുള്ളിക്കാരന്റെ കൂടെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കഷ്ടമുള്ള കാര്യമാണെന്ന് ഗോക്കുവിനും അറിയാം. അങ്ങനെ ഫൈറ്റിനിടയിൽ ഗോക്കു എസ്കേപ്പ് ആയിട്ട് പതിയെ പോകുന്നുണ്ടെങ്കിലും ബിയറസ് ഗോക്കുവിനെ പിന്തുടരുന്നുമുണ്ട്. അങ്ങനെ ഫൈറ്റിൽ ബിയറസ് ഗോക്കുവിനെ എടുത്ത് ഒരു പ്ലാനറ്റിലേക്ക് വലിച്ചെറിയുന്നു. ഗോക്കുവിന് നല്ല രീതിയിൽ അത് എഫക്റ്റ് ആവുകയും ഉണ്ട്. മുഖത്തൊക്കെ ഒരുപാട് ബ്ലഡ് ആയതൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുമുണ്ട്. അങ്ങനെ അതിനിടയിലാണ് ഗോക്കുവിന്റെ അടുത്ത് ആ ഒരു പ്ലാനറ്റിലുള്ള സ്പീഷിപ്പ് ഗോക്കുവിന്റെ അടുത്ത് വരുന്നത്. അങ്ങനെ ഈ സമയമായിരിക്കും ബിയറസ് ഡിസ്ട്രക്ഷൻ ബോൾ ക്രിയേറ്റ് ചെയ്ത് ഗോക്കുവിന് നേരെ വിടും. അപ്പോൾ തന്നെ ഗോക്കു അവിടെ നിന്നും പതിയെ എഴുന്നേറ്റു വേഗം തന്നെ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി ആ ഒരു സ്പീഷീസിനോട് പറയും. അങ്ങനെ ഗോക്കു പറന്ന്, ഇത് നമ്മൾ തമ്മിലുള്ള ഫൈറ്റ് അല്ലേ, ഇവരെ വെറുതെ വിട്ടേക്ക് എന്ന് പറയുമ്പോഴായിരിക്കും ഗോക്കുവിന്റെ കാലിൽ ആ ഒരു സ്പീഷീസ് പിടിച്ചിരിക്കുന്നത് കാണുന്നത്. അങ്ങനെ ഈ സമയമായിരിക്കും വിസ് പറയുന്നത്, ഇവരുടെ ഫൈറ്റ് ഇങ്ങനെ പോയാൽ ശരിയാകില്ല, അവരുടെ അടുത്ത് വേഗം തന്നെ എത്തണമെന്ന് പറഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോഴാണ് ആ ഒരു ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓറക്കൽ ഫിഷ് പറയുന്നത്, നിനക്ക് ഇതിൽ നിന്ന് യൂണിവേഴ്സിനെ രക്ഷിക്കാൻ കഴിയും, എന്നാൽ ഫ്യൂച്ചറിൽ എനിക്ക് അത് കഴിയണമെന്നില്ല എന്നും പറയുന്നു. അങ്ങനെ ഇതേ സമയം നമ്മുടെ എർത്ത് കാണിക്കുന്നു. ഇവിടെയാണെങ്കിൽ നമ്മുടെ പിക്കലോ ആൻഡ് ഗോഹോൺ ഗോക്കുവിന്റെ ഫൈറ്റ് ഒക്കെ സെൻസ് ചെയ്യുന്നുണ്ടാകും. ഈ സമയം ഗോഹാൻ പറയും, ഞാൻ എപ്പോഴും പഠിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നതല്ലാതെ ട്രെയിനിങ് ഒന്നും ചെയ്യുന്നില്ല, ഞാനും ട്രെയിനിങ് ഒക്കെ ചെയ്ത് പഴയതുപോലെ ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇതേ സമയമായിരിക്കും മറ്റൊരു പ്ലാനറ്റ് കാണിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മുടെ വെജീറ്റ പ്ലാനറ്റിൽ ഗ്രാവിറ്റി ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ഗ്രാവിറ്റി ട്രെയിനിങ് ഒക്കെ ചെയ്ത് വെജീറ്റക്ക് തന്നെ ബോറടിക്കാൻ തുടങ്ങും. അങ്ങനെ അതിനുശേഷം പിന്നെയും നമ്മുടെ ഗോക്കുവിനെ കാണിക്കുന്നു. ഗോക്കുവിന്റെ പുറത്തുള്ള ആ ഒരു സ്കിന്നൊക്കെ പോയി ഗോക്കുവിന്റെ മാംസവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു കാണാൻ കഴിയും. ഇതിന് കാരണം നേരത്തെ ബിയറസ് ഡിസ്ട്രക്ഷൻ ബോൾ ക്രിയേറ്റ് ചെയ്ത് ഗോക്കുവിന് നേരെ വിട്ടു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ എഫക്റ്റ് ആണ് ഇത്. ഇവിടെ ആ ഒരു പ്ലാനറ്റും ഇല്ലാതായി, കൂടാതെ ഗോക്കുവിന്റെ കാലിൽ ഒരുത്തൻ പിടിച്ചു എന്ന് പറഞ്ഞില്ലേ, അവനെയും ഇവിടെ രക്ഷിച്ചു. അപ്പോഴാണ് നമ്മുടെ ബിയറസ് പറയുന്നത്, ഒരു മോർട്ടൽ പോലും ഇതുപോലെ എന്നെ ഫോഴ്സ് ചെയ്ത് ഫൈറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഈ സമയം ഗോക്കുവിന്റെ മനസ്സിൽ തന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓർത്തെടുക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഓരോന്നായി ഓർത്തെടുത്തത് മനസ്സിൽ വെച്ച് കാമാക്കി അൾട്രാ ഇൻസ്റ്റിക്റ്റിലേക്ക് കൊണ്ടുവരുന്നു. ഗോക്കു ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റിലുള്ള ഈ ഒരു പിക്ചർ അത്യാവശ്യം അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഇതിനുശേഷം ഗോക്കു ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ ഔറാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ഔറാസ് ഒക്കെ പ്ലാനറ്റുമായി കൂടി ചേർന്ന് വലിയൊരു ഡ്രാഗന്റെ രൂപത്തിലേക്ക്
മാറുന്നു. അപ്പോഴേക്കും ബീറസ് ഇതൊക്കെ കണ്ട് ഇതൊക്കെ എന്ത് എന്ന രീതിയിൽ ബീറസ് അൾട്രാ ഇൻസ്റ്റിക്റ്റിലേക്ക് മാറും. അതായത് ഡിസ്ട്രക്ഷൻ പവറിൽ തന്നെ അൾട്രാ ഇൻസ്റ്റിക്റ്റ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഗോക്കും ഇത് കണ്ട് ഷോക്ക് ആകുന്നുണ്ട്. തുടർന്ന് ഗോക്കു കാമേഹാമേഹ അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ യൂസ് ചെയ്ത് ശരിയായ ഫൈറ്റിലേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും ഗോക്കു തന്റെ മുഴുവൻ പവറും പുറത്തെടുത്തത് കൊണ്ട് തന്നെ അവിടെ വീക്കായി ബേസ് ഫോമിലേക്ക് മാറുന്നു. അപ്പോഴേക്കും ബീറസ് പറയും, ഇപ്പോഴാണ് ഒന്ന് ഫൈറ്റിലേക്ക് വന്നത്, അപ്പോഴേക്കും ഇവൻ വീട് പോയല്ലോ. ഈ സമയം വിസ് അവിടെ നിന്ന് പറയും, അൾട്രാ ഇൻസ്റ്റിക്റ്റ് മാസ്റ്റേർഡ് ചെയ്യുന്നത് എത്ര കഷ്ടമുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ബീറസ് സുപ്രീം കായുടെ അടുത്തേക്ക് പോകുന്നു. എത്തിയ ഉടൻ തന്നെ ബീറസിന്റെ പ്ലാനറ്റ് റെഡിയാക്കാൻ വേണ്ടിയും സുപ്രീം കായിനോട് പറയുന്നുണ്ട്. കാരണം ഇവരുടെ ഫൈറ്റിൽ ഒരുപാട് പ്ലാനറ്റ്സ് ഒക്കെ നശിച്ചു പോയി. അപ്പോൾ പിന്നെ ആ ബീറസിന്റെ ചെറിയ പ്ലാനറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ സുപ്രീം കായ് അതൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുമുണ്ട്. ഇനിയാണ് ശരിക്കും മെയിൻ സ്റ്റോറിയിലേക്ക് പോകാനിരിക്കുന്നത്. ഇവിടെ ആദ്യം തന്നെ കാണിക്കുന്നത് ഗ്രാൻഡ് പ്രീസ്റ്റിന്റെ പാലസ് ആണ്. ഗ്രാൻഡ് പ്രീസ്റ്റ് ആണ് പുള്ളിക്കാരന്റെ പാലസ്. ഇത്രയൊക്കെ എന്തായാലും വേണം. അതുപോലെ ആ പാലസിന്റെ ഉള്ളിൽ ഗ്രാൻഡ് പ്രീസ്റ്റിനെയും കൂടാതെ 12 യൂണിവേഴ്സിലുള്ള ഏഞ്ചൽസിനെയും കാണിക്കുന്നു. അങ്ങനെ ഗ്രാൻഡ് പ്രീസ്റ്റ് പറയും, ഞാൻ നിങ്ങളെ വെറുതെ ഇങ്ങോട്ട് വിളിക്കാറില്ലല്ലോ, ഞാൻ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ഈ കാര്യവും നിങ്ങളോട് ഞാൻ പറയാം. ഇത് നമ്മളുടെ ഇടയിൽ തന്നെ മാത്രം ഇരിക്കേണ്ടതാണ്, ഒരു കാരണവശാലും പുറത്തറിയരുത്, പ്രത്യേകിച്ച് നമ്മുടെ ഒമിനി കിങ്. അങ്ങനെയാണ് നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റ് വിഷയത്തിലേക്ക് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആൻഡ്രോയിഡ് 17 ടൂർണമെന്റ് ഓഫ് പവറിൽ ജയിച്ചു. സൂപ്പർ ഡ്രാഗൺ ബോൾ വെച്ച് എല്ലാ യൂണിവേഴ്സും തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷു പറഞ്ഞത് കൊണ്ട് തന്നെ ഇതിന് മുൻപ് ഉണ്ടായിട്ടുള്ള 7 യൂണിവേഴ്സും തിരിച്ചു വന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വന്നത് 18 യൂണിവേഴ്സ് ഉണ്ട് എന്നാണോ? അപ്പോൾ തന്നെ ഗ്രാൻഡ് പ്രീസ്റ്റ് പറയും, ശരിക്കും 18 യൂണിവേഴ്സ് അല്ല, 19 യൂണിവേഴ്സ് ആണ് ഉള്ളത്. അതിൽ 19ാമത്തെ യൂണിവേഴ്സ് ആണ് യൂണിവേഴ്സ് 0. ഇതൊക്കെ കേട്ട് ഏഞ്ചൽസും ഷോക്കായി പോകുന്നു. അപ്പോൾ തന്നെ ഏഞ്ചൽസ് പറയും, പല മില്യൺ വർഷങ്ങളായി നമ്മൾ ഇവിടെ ജീവിച്ചു വരുന്നു, എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞില്ല? എന്തിന് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചു? തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതിന്റെയൊക്കെ ഉത്തരം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ഫീമെയിൽ ഏഞ്ചൽ അവിടെ കടന്നു വരുന്നു. ഈ ഒരു ക്യാരക്ടറെ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ഫാദറിന് നിങ്ങളോട് പറയാൻ കഴിയില്ല എന്നും ആ ഒരു ഏഞ്ചൽ പറയുന്നു. നിങ്ങളുടെ ഫാദർ ചെയ്ത ആ ഒരു സംഭവം അത്രക്കും വലുതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഒരു ഫീമെയിൽ ഏഞ്ചൽ പറയുന്നു. അങ്ങനെ ഇതിനു മുൻപ് ആ ഒരു ഗോക്കും ബീറസും തമ്മിലുള്ള ഫൈറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു സീനാണ് കാണിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നെ ബീറസിന്റെ പ്ലാനറ്റ് ആണ് കാണിക്കുന്നത്. ഈ ഒരു സമയം ഗോക്കു പറയും, ഞാൻ ഇതുവരെ ഇങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഇനിയും ഒരുപാട് ട്രെയിനിങ് ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് ബീറസ് പറയുന്നത്, എന്ത്, നീ ട്രെയിനിങ് ചെയ്യാനോ? നീ ട്രെയിനിങ് ചെയ്ത് അവസാനം എന്നെ ഡിഫീറ്റ് ചെയ്യാനാണോ വിചാരിക്കുന്നത്? അതൊന്നും ഒരിക്കലും നടക്കില്ല മോനെ എന്ന രീതിയിലാണ് ബീറസ് പറയുന്നത്. ഈ സമയം വിസ് പറയും, ശരി ഗോക്കു, ഞാൻ നിന്നെ ഹീല് ചെയ്യാം, അതിനുശേഷം എർത്തിലേക്ക് അയക്കാമെന്നും പറയുന്നു. അപ്പോൾ തന്നെ ഗോക്കു മുഴുവനായിട്ടും ഹീലാകുന്നു. അതുപോലെ തന്നെ വിസ് അടുത്തതായിട്ട് നിന്റെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ എർത്തിൽ പോകണം, ഒരുപാട് കാലമായി ഫാമിലിയും മറ്റെല്ലാവരെയും കണ്ടിട്ട്. അങ്ങനെ ഈ സമയം നമ്മുടെ വിസ് ഗോക്കുവിനും എടുത്ത് എർത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയമായിരിക്കും ഗോക്കു വിസിനോട് ചോദിക്കുന്നത്, വിസ് അടുത്തതായിട്ട് നിന്റെ പ്ലാൻ എന്താണെന്ന് ചോദിക്കും. വിസ് പറയും, എനിക്കൊന്നും ശരിയായിട്ട് നടക്കുന്നത് പോലെ തോന്നുന്നില്ല, ഗ്രാൻഡ് പ്രീസ്റ്റ് എന്തിനോ എന്നെ വിളിച്ചിട്ടുണ്ട്, ഉടൻ തന്നെ എനിക്ക് പോണം എന്നും പറയുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ ഗോക്കുവിനും എന്തോ റോങ് ആയിട്ട് സംഭവിക്കുന്ന രീതിയിൽ തോന്നുന്നുണ്ട്. അങ്ങനെ ഗോക്കു പെട്ടെന്ന് വിസിന്റെ ഷർട്ടിലൊന്ന് പിടിക്കും. അങ്ങനെ ഗോക്കുവും വിസും ഒന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ വിസ് പറയും, നീ ഇതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നെക്കാളും മുകളിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള പ്ലാനറ്റ്സും അതുപോലെ തന്നെ യൂണിവേഴ്സിൽ തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ നോക്കാൻ തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്നുള്ള രീതിയിൽ വിസ് പറയുന്നു. അതുപോലെ തന്നെ നിനക്ക് പെട്ടെന്നൊരു ഹെൽപ്പ് വന്നാൽ ഈ ഒരു ബട്ടൺ നീ പ്രസ് ചെയ്താൽ മതി, ഞാൻ അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞ് ഒരു സമ്മൺ ബട്ടണും നമ്മുടെ ഗോക്കുവിന് വിസ് കൊടുക്കുന്നു. അങ്ങനെ ഇവർ പോകുന്ന വഴിയിലാണ് യൂണിവേഴ്സ് 0 കുറച്ചായി ഡെവലപ്പ് ആയിട്ട് വരുന്നത് രണ്ടുപേരും കാണുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയം ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുകയില്ല. അങ്ങനെ അടുത്തത് ആ പാലസിലുള്ള സീനാണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ ആ ഒരു ഫീമെയിൽ ഏഞ്ചൽ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ തന്നെ ഗ്രാൻഡ് പ്രീസ്റ്റ് കുറച്ചായി ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ ഗ്രാൻഡ് പ്രീസ്റ്റിന്റെ എനർജിയും പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോഴേക്കും അവിടെയുള്ള ഏഞ്ചൽസ് പറയും, ഫാദർ എന്താണിത്, ഇവർ എന്താണ് നിങ്ങളോട് മര്യാദയില്ലാതെ സംസാരിക്കുന്നത്, ആ
ആരാണ് ഇവർ ശരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും ഇത് മറ്റാരുമല്ല, നിങ്ങളുടെ മദർ തന്നെയാണ്. ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. 19ാമത്തെ യൂണിവേഴ്സ് പവർഫുൾ ആയതും ഒത്തൊരുമയോടുകൂടിയൊക്കെയാണ് കൊണ്ടു നടന്നത്. എന്നാൽ എല്ലാ യൂണിവേഴ്സിനും അതിൻ്റെതായ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. ആ ഒരു ബാലൻസും ഒന്നും തന്നെ ഈ ഒരു യൂണിവേഴ്സിന് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ യൂണിവേഴ്സ് ഡിസ്ട്രോയ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് പ്രീസ്റ്റ് പറയുന്നു. അപ്പോഴേക്കും ഇവരുടെ ആ ഒരു മദർ പറയുന്നു, എന്ത് ഡിസ്ട്രോയ് ചെയ്തെന്നോ? എത്ര ഈസി ആയിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരു യൂണിവേഴ്സിൽ എത്രത്തോളം പ്ലാനറ്റ് ഉണ്ടെന്നും അവിടെ എത്ര ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അവരെയൊക്കെ കൊന്നിട്ടാണോ ഈ ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? അങ്ങനെ ഗ്രാൻഡ് പ്രീസ്റ്റ് പറയും, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ തന്നെ ഇവരുടെ ആ ഒരു മദർ പറയും, ഇയാൾ എങ്ങനെയുള്ള ആളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ഏഞ്ചൽസിനോട് പറയുന്നു. അപ്പോൾ തന്നെ ഏഞ്ചൽസ് പറയും, ഗ്രാൻഡ് പ്രീസ്റ്റ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരാളല്ല, അവർ മോശപ്പെട്ട ആളൊന്നുമല്ല എന്നൊക്കെ ഇവരുടെ മദറിനോട് പറയുന്നു. അപ്പോഴേക്കും ഇവരുടെ മദർ പിന്നെയും പറയുന്നു, ഗ്രാൻഡ് പ്രീസ്റ്റിനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ ഫാദർ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു റൂൾസും സിസ്റ്റംസും ഒക്കെയാണ് നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്. അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിന് മുൻപ് ഡിസ്ട്രോയ് ചെയ്ത യൂണിവേഴ്സിലെ ആ ഒരു ഗോഡ്സും ഏഞ്ചൽസും ഒക്കെ ഇവിടെ വരുന്നത്. വന്ന ഉടൻ തന്നെ ആ ഒരു ഗോഡ്സ് ഒക്കെ പറയുന്നു, ഇതിനൊക്കെ ഒരുപാട് നന്ദി കൻസി എന്ന് പറയുന്നു. അതായത് ഇവരുടെ ആ ഒരു ഏഞ്ചൽ മദറുടെ പേര് കൻസി എന്നാണ്. അങ്ങനെ ഇവരെ ഓരോരുത്തരായിട്ട് കാണിക്കുന്നു. അങ്ങനെ ഇതിൽ ഒരാളുടെ കാല് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇവരാരാണെന്ന്. അങ്ങനെ ഇത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റാരുമല്ല, നമ്മുടെ ഫ്രീസ തന്നെ. 18ാമത്തെ യൂണിവേഴ്സിന്റെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആണ് ഇപ്പോൾ നമ്മുടെ ഫ്രീസ. അപ്പോഴേക്കും ഫ്രീസ വിസിനെ കണ്ട്, ഇതിനൊക്കെ ഞാൻ നിന്നോടാണ് നന്ദി പറയേണ്ടത്, എന്നെ നീ പഴയതുപോലെ മാറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് ഈ പദവിയിൽ ഇരിക്കാൻ കഴിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ എടുത്തത് ഫ്രീസ എങ്ങനെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആയി എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഫ്രീസ ഇപ്പോൾ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആയില്ലേ? ഇതിനു മുൻപ് 18ാമത്തെ യൂണിവേഴ്സിൽ ഉണ്ടായിരുന്ന ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ഒരു വീക്ക് ആയിട്ടുള്ള ഗോഡായിരുന്നു. ഫ്രീസ ഈസി ആയിട്ട് ആ ഒരു ഗോഡിനെ കൊന്നു. അങ്ങനെ ആ ഒരു പദവിയിൽ പിന്നീട് ഫ്രീസ വരികയും ചെയ്തു. അങ്ങനെ ഈ സമയമാണ് ഫ്രീസ ഗോക്കുവിനെ പറ്റി ചോദിക്കുന്നത്. വിസ് പറയും, ഗോക്കു എവിടെയാണ് ഉള്ളതെന്ന് പോലും എനിക്കറിയില്ല, ഞാൻ അവനെ എർത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് യൂണിവേഴ്സ് സീറോയെ കാണുന്നത്. അങ്ങനെ അതിനിടയിൽ ഗ്രാൻഡ് പ്രീസ്റ്റ് വിളിച്ച ഉടൻ തന്നെ ഞാൻ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വന്നു, എനിക്കിപ്പോൾ ഗോക്കുവിനെ കോണ്ടാക്ട് ചെയ്യാനും കൂടി കഴിയുന്നില്ല എന്നും പറയുന്നു. അപ്പോഴാണ് അവർ പറയുന്നത്, ഓ നീ ആ മോർട്ടലിനെ കുറിച്ചാണോ പറയുന്നത്? ഞാൻ അവനെ അവിടെ കണ്ടിരുന്നു, അവൻ എന്തൊക്കെയോ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവനെ വേണ്ട രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും ഗ്രാൻഡ് പ്രീസ്റ്റ് പറയും, എടാ നിങ്ങൾ ഗോക്കുവിനെ എന്താണ് ചെയ്തത്? അവൻ പാവമാണ്, അവൻ ഇതിനെക്കുറിച്ചൊന്നും തന്നെ അറിയില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ അടുത്തതായി നമ്മുടെ യൂണിവേഴ്സ് സീറോ കാണിക്കുന്നു. ഇവിടെ നമ്മുടെ ചങ്ങലയിൽ അത് 1ഉം 2ഉം അവിടെ നമ്മുടെ കെട്ടിയിട്ട് ഗോക്കുവിനെയാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ ഗോഡ്സും ഏഞ്ചൽസും തന്നെ ക്രിയേറ്റ് ചെയ്തതായതുകൊണ്ട് എളുപ്പത്തിലൊന്നും ഗോക്കുവിന് ഇവിടെ നിന്ന് രക്ഷപ്പെടാനും കഴിയില്ല. ഗോക്കു ഇവിടെ നിന്ന് അലറുന്നുണ്ട്, എന്തിനാണ് എന്നെ പിടിച്ചു വച്ചത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഗ്രാൻഡ് പ്രീസ്റ്റ് പറയുന്നു, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, നിങ്ങളുടെ ഡിമാൻഡ് എന്താണെന്നൊക്കെ ഗ്രാൻഡ് പ്രീസ്റ്റ് ചോദിക്കുന്നു. അപ്പോഴാണ് അവർ പറയുന്നത്, ഇപ്പോഴുള്ള സിസ്റ്റം ഒക്കെ മാറണം, ഈ ഒരു ബാലൻസ് ആയിട്ടുള്ള പരിപാടിയൊക്കെ നിർത്തണം എന്നൊക്കെ പറഞ്ഞ് ഗ്രാൻഡ് പ്രീസ്റ്റിനെ എല്ലാവരും കൂടി താഴ്ത്തി പറയാൻ തുടങ്ങും. എന്നാൽ ഇതൊക്കെ നടക്കില്ല എന്ന് നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റ് പറയുമ്പോഴും അപ്പോഴാണ് അവർ പറയുന്നത്, ഞങ്ങളെ ഇത് ചെയ്യാൻ വിട്ടിട്ടില്ലെങ്കിൽ ഇവിടെ വലിയൊരു യുദ്ധം തന്നെ സംഭവിക്കും, ഒരു മൾട്ടിവേഴ്സ് ലെവലിലുള്ള ഒരു വാർ, നിന്റെ ഭാഗത്ത് നിന്നും ഏത് മോർട്ടലിനെ വേണമെങ്കിലും ഇതിൽ ചേർത്തോ, അങ്ങനെ ഇതിൽ നിന്നൊരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ ഈ ഒരു യൂണിവേഴ്സ് നല്ല രീതിയിൽ പോകാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ അവരും പറയുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഗ്രാൻഡ് പ്രീസ്റ്റ് ഇപ്പോൾ വന്ന എല്ലാ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷനും ഏഞ്ചൽസും എല്ലാവരെയും തന്നെ ഒറ്റയടിക്ക് ഫ്രീസ് ചെയ്ത് വെക്കുന്നു. അവർക്കിപ്പോൾ അനങ്ങാനോ ഒന്നും തന്നെ കഴിയുന്നില്ല. ഈ സമയം തന്റെ പവർ മുഴുവനായി എടുത്തത് കൊണ്ട് തന്നെ ഗ്രാൻഡ് പ്രീസ്റ്റിന്റെ വായിൽ നിന്ന് ബ്ലഡ് ഒക്കെ വരാൻ തുടങ്ങുന്നു. അങ്ങനെ ഇതുകണ്ട് നമ്മുടെ ഏഞ്ചൽസ് ഒക്കെ ഗ്രാൻഡ് പ്രീസ്റ്റ് വീക്കായി എന്ന് മനസ്സിലായതോടുകൂടി നമ്മുടെ സുപ്രീം ഗായ്സിനെ കൊണ്ടുവരുന്നു. അതായത് 12 യൂണിവേഴ്സിലുള്ള സുപ്രീം ഗായ്സും ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിലാണ് നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റ് എല്ലാ യൂണിവേഴ്സും കേൾക്കുന്ന രീതിയിൽ ഒരു കാര്യം എല്ലാവരോടും പറയുന്നത്, ഞാനാണ് ഗ്രാൻഡ് പ്രീസ്റ്റ്, ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാവർക്കും കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ യൂണിവേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഈവിൾ ഏഞ്ചൽ വന്നിട്ടുണ്ട്, അവരെ ഞാൻ ഒരു 2 വർഷം ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, ഒരു മൾട്ടിവേഴ്സ് ലെവലിലുള്ള വാറാണ് ഇനി നടക്കാൻ പോകുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം പറയുന്നതിനിടയിൽ തന്നെ ടൂർണമെന്റ് ഓഫ് പവറിലുള്ള എല്ലാവരെയും തന്നെ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഗ്രാൻഡ് പ്രീസ്റ്റ് പറഞ്ഞ ഈ ഒരു കാര്യം യൂണിവേഴ്സിലുള്ള
അല്ലെങ്കിൽ യൂണിവേഴ്സിലെ പ്ലാനറ്റിലുള്ള എല്ലാവരും തന്നെ ഇത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ കാക്കുമിയുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. ഇനി എങ്ങനെ ഗോകുവിനെ രക്ഷിക്കും? യൂണിവേഴ്സിൽ തന്നെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മോർട്ടല് ഇപ്പോൾ അവരുടെ കൈവശമാണ് ഉള്ളത്. ഇനി ആ ഒരു വലിയ യുദ്ധത്തിൽ ഇവർ ജയിക്കുമോ തോൽക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയുള്ള പാർട്ടിൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ ഒരു കാക്കുമി എന്നുള്ള ഫാൻമെയ്ഡ് മാങ്കയുടെ ഈ ഒരു ഫസ്റ്റ് പാർട്ട് എത്ര പേർക്ക് ഇഷ്ടമായി മറക്കാതെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സിനനുസരിച്ച് ഞാൻ വേഗം തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടുമായിട്ട് പിന്നെ വരാം.